നമ്മുടെ പുതിയ ആശാൻ്റെ കോട്ടയിൽ നിന്ന്, അതായത് നമ്മുടെ മെഗാ സ്റ്റാറുടെ രാജ്യത്ത് നിന്ന് ഒരു താരത്തെ കേരള ബ്ലാസ്റ്റേഴ്സ് സൈൻ ചെയ്യാൻ ശ്രമിച്ചിരുന്നു. പക്ഷേ ആ ഒരു താരത്തെ സൈൻ ചെയ്യാൻ കേരള ബ്ലാസ്റ്റേഴ്സ് സഹായിച്ചില്ലെന്നാണ് നമുക്കിപ്പോൾ അറിയാൻ സാധിക്കുന്നത്. ഓഗസ്റ്റ് എർലിംഗ്ബർ എന്ന് പറയുന്ന സ്വീഡൻ താരത്തെയായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സ് സ്വന്തമാക്കാൻ ശ്രമിച്ചിരുന്നത്. പക്ഷേ ആ ഒരു ഓഫർ അദ്ദേഹം അക്സെപ്റ്റ് ചെയ്തില്ല. അദ്ദേഹം മറ്റൊരു ക്ലബ്ബായ IFK ഗോട്ടംബർഗ്, അതായത് നമ്മുടെ ആശാൻ്റെ മുൻ ക്ലബ്ബിലേക്ക് പോയെന്നാണ് അറിയാൻ സാധിക്കുന്നത്. അദ്ദേഹം ഇപ്പോൾ കളിച്ചുകൊണ്ടിരുന്നത് ഗ്രീസ് ക്ലബ്ബിന് വേണ്ടിയായിരുന്നു, ടോപ്പ് ടയർ ക്ലബ്ബിന് വേണ്ടിയായിരുന്നു. പക്ഷേ എന്തായാലും അവരുമായിട്ടുള്ള കോൺട്രാക്റ്റൊക്കെ അവസാനിച്ച് ഇങ്ങനെ നിൽക്കുന്ന സമയത്താണ് കേരള ബ്ലാസ്റ്റേഴ്സ് അദ്ദേഹത്തിന് ഒരു ഓഫർ കൊടുക്കുന്നത്. പക്ഷേ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഓഫർ അതിന് തീരെ ഇഷ്ടപ്പെടില്ല. IFK ഗോട്ടംബർഗ് എന്ന് പറയുന്ന സ്വീഡിഷ് ക്ലബിൻ്റെ ഓഫറാണ് അതിന് കുറച്ചുകൂടി ഇഷ്ടപ്പെട്ടത്. സോ അദ്ദേഹം അവിടേക്ക് പോയി. അതിൻ്റെ ഒരു കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ 2020 സ്വീഡന് വേണ്ടി അദ്ദേഹം ഒരു മത്സരം കളിച്ചിട്ടുള്ള താരമാണ്. ഡിഫൻസീവ് മിഡ്ഫീൽഡറാണ്. സെൻറ്റർ ബാക്ക് പൊസിഷനിൽ അതിന് കളിക്കാൻ പറ്റും. സോ ആ ഒരു രീതിയിലായിരിക്കും കേരള ഡിഫൻസീവ് ഒരു സെൻറ്റർ ബാക്ക് പൊസിഷൻ എന്ന രീതിയിലായിരിക്കും കേരള ബ്ലാസ്റ്റേഴ്സ് ഈ ഒരു താരത്തെ സ്വന്തമാക്കാൻ ശ്രമിച്ചത്. എന്തായാലും നല്ലൊരു ഓപ്ഷനായിരുന്നു, നല്ലൊരു താരമായിരുന്നു. വയസ്സും കുറച്ച് കുറവായിരുന്നു. സ്വന്തമാക്കിയിരുന്നെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സ് നല്ലൊരു അസറ്റ് തന്നെയായിരുന്നു. പിന്നെ നമുക്കറിയാം യൂറോപ്യൻ താരങ്ങളെ ഇന്ത്യൻ സൂപ്പർ ലീഗ് അല്ലെങ്കിൽ ഇന്ത്യൻ മണ്ണിലേക്ക് കൊണ്ടുവരിക എന്ന് പറയുന്നതിന് ഭയങ്കര പാടാണ്. നമ്മുടെ ഇവാൻ മുക്കോമൻ വെച്ച് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. എന്തായാലും അത് തന്നെയാണ് ഇവിടെ സംഭവിച്ചത്.